ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല പൂ പോലുള്ള തട്ട് ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് കേട്ടോ. കുറച്ച് ടിപ്സ് പറയുന്നുണ്ട്, ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് അരിയും ഉഴുന്നൊക്കെ ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഞാൻ 3 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. പച്ചരി പകരം ഇഡ്ഡലി അരി നമുക്ക് എടുക്കാം. 3 കപ്പ് പച്ചരി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ ഈ അരിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് കഴുകിയെടുക്കാം. 2-3 തവണ വെള്ളം ചേർത്ത് ഒന്ന് കഴുകിയെടുക്കണം. 2-3 തവണ വെള്ളം ചേർത്ത് നല്ല രീതിക്ക് ഇതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം നമ്മുടെ അരിയിലേക്കും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉഴുന്നെടുക്കാം. 3 കപ്പ് അരിക്ക് 1 കപ്പ് അളവിലാണ് കേട്ടോ നമുക്ക് ഉഴുന്ന് വേണ്ടത്. ആ ഉഴുന്ന് ഒരു ബോളിലേക്ക് മാറ്റാം. ഉഴുന്നിനോടൊപ്പം പിന്നെ നമുക്ക് ചേർക്കേണ്ടത് സാബൂനരിയാണ്. ചവ്വരിന്നും സാബൂനരിയൊക്കെ പറയുന്നത് സെയിം തന്നെയാണ്. നമ്മൾ ഈ സാബൂനരി ചേർത്ത് മാവ് അരച്ചെടുക്കുമ്പോഴത്തേക്കും എക്സ്ട്രാ ഒരു സോഫ്റ്റ്നെസ് നമ്മുടെ ഇഡ്ഡലിക്ക് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഉലുവയാണ്. 1 ടീസ്പൂൺ അളവിൽ മാത്രം ഉലുവ ചേർക്കാം. ഉഴുന്നിലേക്കും ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം. അരി കഴുകിയെടുത്തതുപോലെ തന്നെ 2-3 വെള്ളത്തിൽ നമ്മൾ ഉഴുന്നും കഴുകിയെടുക്കണം. നമ്മുടെ ഉഴുന്നും സാബൂനരിയെല്ലാം നല്ല രീതിക്ക് ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഉഴുന്നും എല്ലാം ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം. അപ്പോൾ മാക്സിമം 5 മണിക്കൂറാണ് ഞാനിപ്പോൾ ഇതൊന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടി വെക്കുന്നത്. കുറഞ്ഞത് നമുക്കൊരു 3 മണിക്കൂറെങ്കിലും വെക്കണം. സമയമുണ്ടെങ്കിൽ 5 മണിക്കൂർ വരെ വെക്കാം. ഞാനിപ്പോൾ ഒരു 5 മണിക്കൂറാണ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് കേട്ടോ. എന്നാൽ ശരി, 5 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുക്കാം. നമ്മുടെ അരിയും ഉഴുന്നും എല്ലാം ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 5 മണിക്കൂറോളം ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് നമ്മുടെ അരിയെല്ലാം ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉഴുന്നും നല്ല രീതിക്ക് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കംപ്ലീറ്റ് വെള്ളം ഒന്ന് മാറ്റിയിട്ട് ആദ്യം നമുക്ക് ഉഴുന്നിൻ്റെ മിക്സ് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഉഴുന്നെല്ലാം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അരയ്ക്കാനായിട്ട് ഞാനിപ്പോൾ ഐസ് ക്യൂബ്സ് ആണ് കേട്ടോ ചേർക്കുന്നത്. കാരണം മിക്സിയിൽ അരയ്ക്കുന്നതിൻ്റെ പേരിൽ തന്നെ നമ്മുടെ മാവ് നല്ലതുപോലെ ചൂടാകും. അതിൻ്റെ പേരിൽ ഒന്നിൽ ഐസ് വാട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്തിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നതെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നുമില്ല. നമുക്ക് സാധാരണ പച്ചവെള്ളം ചേർത്തിട്ട് തന്നെ അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഐസ് ക്യൂബ്സ് ചേർത്തിട്ടാണ് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നത്. ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഐസ് വാട്ടർ ആയിരിക്കും കേട്ടോ ഞാൻ ചേർക്കുന്നത്. നല്ലതുപോലെ സ്മൂത്തായിട്ട് നമ്മുടെ ഉഴുന്നെല്ലാം ഞാനിപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളം 1/4 കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം ചേർത്തിട്ടുള്ളത്. ഇത്രയും കട്ടിക്കാണ് ഇതൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാവ് എത്രത്തോളം സോഫ്റ്റായിട്ട് ഇതൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ കയ്യിലേക്ക് മാവെടുത്ത് നോക്കുമ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് അരഞ്ഞിട്ടുണ്ടാവണം. അരച്ചെടുത്ത മാവ് ഞാനിപ്പോൾ ഒരു ബോളിലേക്കൊന്ന് മാറ്റുകയാണ്. അത്യാവശ്യം വാവട്ടമുള്ളൊരു ബോളിലേക്കാണ് കേട്ടോ മാറ്റിയിട്ടുള്ളത്. അരി ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 സ്റ്റേജായിട്ടാണ് അരി അരച്ചെടുക്കുന്നത്. പകുതി അരിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് മാറ്റിയിട്ടുള്ളത്. നേരത്തെ ഉഴുന്ന് അരച്ചെടുത്ത ആ ജാറി തന്നെയാണ്. അരി അരയ്ക്കാനും ഞാനിപ്പോൾ ഇതിലേക്ക് ഐസ് ക്യൂബ്സാണ് ചേർക്കുന്നത്. പകരം ഐസ് വാട്ടറും ചേർക്കാം. കൂടെ കുറച്ച് വെള്ളം കൂടി ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കാം. പിന്നീട് എക്സ്ട്രാ വെള്ളം വേണം എന്നുള്ളത് എക്സ്ട്രാ ചേർക്കാവുന്നതാണ്. ഉഴുന്ന് അരച്ചതുപോലെ നല്ല സ്മൂത്തായിട്ട് ഇത് അരയ്ക്കേണ്ട ആവശ്യമില്ല. ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരി നല്ല രീതിക്ക് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും കട്ടിക്കാനായിട്ടോ ഞാൻ മാവ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കയ്യിലേക്ക് വെച്ച് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ചെറിയ തരിതരിപ്പ് ഉണ്ടാകും. ഈ തരിതരിപ്പോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് സ്മൂത്തായിട്ട് അരച്ചെടുക്കരുത്. അരി അരച്ചെടുത്ത മാവും നമുക്ക് ഈ ഉഴുന്ന മാവിൻ്റെ കൂടെ തന്നെ ചേർക്കാം. ഇതുപോലെ തന്നെ ബാക്കി അരിയും കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് മാവും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും ഈ ഉഴുന്ന മാവിലേക്ക് ചേർക്കാം. മാവെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നത്. ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നമ്മൾ നല്ല രീതിക്ക് ഒന്ന് മാവ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് മാവിൽ എയർ ബബിൾസ് ഉണ്ടാവും. അപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ നമ്മുടെ മാവ് സോഫ്റ്റായി വരും കേട്ടോ. ഏകദേശം ഒരു 4-5 മിനിറ്റോളമെങ്കിലും നമ്മൾ ഇത് കൈയെടുക്കാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഈ ഒരു രീതിക്ക് ഒരു 4-5 മിനിറ്റോളം ഞാൻ നമ്മുടെ മാവെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. 8 മണിക്കൂറാണ് കേട്ടോ ഞാനിപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അതായത് നമ്മൾ രാത്രിയിൽ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് തന്നെ ഇതൊന്ന് ഫെർമെൻ്റായി കിട്ടിക്കോളും. അപ്പോൾ ശരി, ഞാനിതൊന്ന് 8 മണിക്കൂറോളം മാവൊന്ന് അടച്ച് വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മാവ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 8 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ അടച്ചു വെച്ചിരുന്ന ആ ഒരു അടപ്പ് നെട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം നന്നായിട്ട് തന്നെ മാവ് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മാവ് ഒരു തവി കൊണ്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ബോൾ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പിയിട്ടുണ്ട്.
അപ്പോൾ ആവശ്യമായിട്ടുള്ള മാവ് ഞാൻ മറ്റൊരു ബോളിലേക്കൊന്ന് മാറ്റുകയാണ്. നമ്മൾ ഫസ്റ്റ് മാവ് അരച്ച് വെച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു തിക്നെസ്സിൽ നിന്നും ഒരുപാട് കട്ടിയായിട്ടാണ് ഇപ്പോൾ നമ്മുടെ മാവുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഇഡ്ഡലിക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇഡ്ഡലിക്ക് ഇനി ഇതിൽ കൂടുതൽ വെള്ളം ചേർക്കരുത്. ഇത്രയും കട്ടിക്ക് വേണം കേട്ടോ നമ്മുടെ മാവ് ഉണ്ടാകേണ്ടത്. ദോശയ്ക്കാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഒരു അല്പം വെള്ളം ചേർക്കാം. ആവശ്യത്തിനുള്ള മാവ് ബോളിലേക്ക് മാറ്റിയിട്ട് ബാക്കി വന്ന മാവ് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇത് പുറത്ത് വയ്ക്കരുത് കേട്ടോ. ഇനി പുറത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പുളിച്ചു പോകും നമ്മുടെ മാവ്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഉടൻ തന്നെ നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ആവശ്യമുള്ളപ്പോൾ മാത്രം പുറത്തേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ തട്ടിഡ്ഡലി തയ്യാറാക്കാനുള്ള മാവ് ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ നിറയെയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മുടെ മാവെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കി തുടങ്ങാം. നമ്മുടെ ഈ തട്ടിഡ്ഡലി തയ്യാറാക്കാനുള്ള തട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം എണ്ണയോ നെയ്യോ ഒന്ന് പുരട്ടി കൊടുക്കാം. ഒരു ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒന്ന് പുരട്ടി കൊടുക്കാവുന്നതാണ്. ഇഡ്ഡലി അടുക്കി പിടിക്കാതെ ഈസിയായിട്ട് ഇളകി വരാനായിട്ട് നമുക്കിതിലേക്ക് ഒരു വാഴയില ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ തട്ടിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നമ്മുടെ തട്ടിൻ്റെ 1/4 ഭാഗത്തോളം മാത്രം മാവ് ഒഴിച്ചാൽ മതിയാവും. അതല്ല കുറച്ച് കനം കുറഞ്ഞിട്ടുള്ള തട്ടിഡ്ഡലി മതിയെങ്കിൽ അതിൻ്റെ ഹാഫ് ഭാഗം മാത്രം, പകുതി ഭാഗം മാത്രം ഒന്ന് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇതിൽ നിറയെ മാവ് ഒഴിക്കരുത് കേട്ടോ. എങ്കിൽ പിന്നെ ഇത് പരസ്പരം അടുത്തടുത്ത തട്ടുകളിൽ അതങ്ങ് ഒട്ടിപ്പിടിച്ച് പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഈ തട്ടിൻ്റെ ഈ ഒരു അളവിലാണ് മാവ് ഒഴിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ തട്ടിഡ്ഡലി തയ്യാറാക്കാനുള്ള സ്റ്റാൻഡ് ഇതാണ്. ഈ തട്ടും ഈ സ്റ്റാൻഡുമായിട്ട് ഒരുമിച്ചാണ് കിട്ടുന്നത്. നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും, പുറത്ത് കടകളിലുണ്ടാവും. അപ്പോൾ ഓൺലൈനിലുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇതുപോലെ എല്ലാ പ്ലേറ്റിലേക്കും മാവ് നിറച്ചിട്ട് നമ്മുടെ ഈ തട്ടിനുള്ളിലേക്ക് ഇത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇഡ്ഡലി ചെമ്പിൽ ഞാനിപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം നന്നായിട്ട് ഇതിനെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിക്ക് ഒന്ന് തിളച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മുടെ സ്റ്റാൻഡ് ഇറക്കി വെക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വരെ ആവിയിൽ ഇങ്ങനെ ഒന്ന് വേകട്ടെ. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ആവിയിൽ വേകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് നമ്മുടെ തട്ടിഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട് ഒരു കത്തിയോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിക്കോ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ നിറക്കി നോക്കിയാൽ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞു പോലുള്ള തട്ടിഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന്ന് ഇളക്കി എടുക്കാനായിട്ട് ഒരു കത്തി കൊണ്ട് ഇങ്ങനെ ചുറ്റിലൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് കമഴ്ത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതുപോലെ റിമൂവ് ചെയ്ത് വരും. ഇനി ഇതിൻ്റെ അടിയിലെ വാഴയില ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ഇത് ഇളകി വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ ഈ തട്ടിഡ്ഡലി എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ തട്ടിഡ്ഡലി സെർവ് ചെയ്യാനായിട്ട് ഈ ഇഡ്ഡലിയുടെ മുകളിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എത്രത്തോളം നെയ്യ് വേണമെങ്കിലും ചേർക്കാം. ഇതുപോലെ നെയ്യെല്ലാം ചേർത്ത് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഇഡ്ഡലിപ്പൊടി ചേർക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാവുന്നതാണ്. ഇഡ്ഡലിപ്പൊടി കഴിഞ്ഞ ദിവസം ഞാൻ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നമുക്ക് എത്രത്തോളം ഇഡ്ഡലിപ്പൊടി ചേർക്കണം എന്നുള്ളതും നെയ്യ് ചേർക്കുന്നതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ്. നമ്മുടെ ഇഡ്ഡലിക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. ആ ചൂടോട് കൂടിയിട്ട് വേണം കേട്ടോ ഇതെല്ലാം ചെയ്യാനായിട്ട്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു തട്ടിഡ്ഡലിയാണിത്. അപ്പോൾ ഇതുപോലെ തന്നെ തട്ട് തന്നെ വേണം എന്നില്ല നമുക്ക് ഈ ഒരു ഇഡ്ഡലി തയ്യാറാക്കാനായിട്ട്. സാധാരണ നമ്മൾ ഇഡ്ഡലി തട്ടിൽ തന്നെ ഇതുപോലെ നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാവുന്നതാണ്. ദോശയ്ക്കും നമുക്ക് ഈ ഒരു സെയിം മാവ് തന്നെ മതിയാവും. ഉറപ്പായിട്ടും ഇതുപോലെ നിങ്ങളെ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.